الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണോ വസിയ്യത്ത് ചെയ്യുകയാണോ. അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അവിടെ ചെന്നാൽ വിചാരണയും അതിനനുസരിച്ചുള്ള പ്രതിഫലവും ശിക്ഷയുമാണ് അവിടെ ലഭിക്കുക എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, സർവശക്തനായ അള്ളാഹുവിനെ ഭയപ്പെടാനും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം നമ്മുടെ മുഖങ്ങൾ പ്രകാശിക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാനും നമ്മൾ തയ്യാറാകണമെന്ന് ഉണർത്തുകയാണ്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തെക്കുറിച്ച് ധാരാളമായി ഖുർആനിൽ നമുക്ക് കാണാം. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്, അന്ന് നമ്മളിവിടെ സമ്പാദിച്ച സ്വത്തോ നമ്മൾ ഉണ്ടാക്കിയ മക്കളോ നമുക്കന്ന് പ്രയോജനപ്പെടുകയില്ല. എന്തിനാ ഒരു മകനെ വളർത്തുന്നത്, എന്തിനാ സമ്പത്തുണ്ടാക്കുന്നത്? ആവശ്യമുള്ള സമയത്ത് പ്രയോജനപ്പെടാനാണ്. അത് പ്രയോജനപ്പെടാത്ത ഒരു രംഗമാണ് നാളെ പരലോകത്ത് അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന സ്ഥലമെന്ന് പറയുന്നത്. അവിടെ എന്താണ് നമുക്ക് പ്രയോജനപ്പെടുക? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. കുറ്റമറ്റ ഹൃദയം, പരിശുദ്ധമായ ഹൃദയം, പാപങ്ങളില്ലാത്ത ഹൃദയം, പാപങ്ങൾ ചെയ്യാത്തവരുടെ ഹൃദയമാണ് അവിടെ നാളെ രക്ഷപ്പെടുക എന്നാണ് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അള്ളാഹു ഓരോരുത്തർക്കും അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധിയിലേക്കാണ് നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് എത്താനാണ് നമ്മൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ആംബുലൻസ് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് സ്പീഡിൽ പായുന്നു? ജീവൻ രക്ഷിക്കാൻ വേണ്ടി. എന്തിനാണ് ഭക്ഷണത്തിന് വേണ്ടി, ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കുന്നത്? ജീവൻ നിലനിർത്താൻ വേണ്ടി. നമ്മളെത്ര നിലനിർത്തിയാലും, എത്ര ഓടിയാലും, എത്ര ചികിത്സിച്ചാലും സമയമെത്തിയാൽ ലികുല്ലി ഉമ്മത്തിൻ അജലുൻ ഇദാ ജാഅ അജലുഹും അവരുടെ അവധി വന്നെത്തിയാൽ ഒരു നാഴിക നേരം പോലും അവർക്ക് വൈകിക്കുകയില്ല. അവർ നേരത്തെയാവുകയുമില്ല. സമയം, സ്ഥലം, എല്ലാ രൂപം എല്ലാം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ആ സ്ഥലത്തേക്കും സമയത്തേക്കും ആ സന്ദർഭത്തിലേക്കും ആ രൂപത്തിലേക്കുമാണ് നമ്മൾ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഓടിപ്പാഞ്ഞെത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. കുടുംബ പാരമ്പര്യം അവിടെ ഉപകാരപ്പെടുകയില്ല. വീട്ടിൻ്റെ മുന്നിൽ നിൽക്കുന്ന 8 or 10 കാറുകൾ ഒരിക്കലും മരണത്തെ തടുക്കുകയില്ല. നമ്മൾ ഈ ലോകത്ത് സമ്പാദിച്ച സമ്പത്താകട്ടെ, സ്ഥാനമാകട്ടെ, മാനമാകട്ടെ, ഇന്നയാളുടെ മകനാണെന്ന പേരാകട്ടെ, ഇന്ന ജോലിയുടെ ഇന്ന പൊസിഷനിലിരിക്കുന്ന ആളാകട്ടെ,
എന്തായിരുന്നാലും മരണത്തെ തടുക്കാൻ അതൊന്നും പര്യാപ്തമല്ലെന്ന് നമുക്കറിയാം. ആരെങ്കിലും അതിര് കവിഞ്ഞാൽ ഈ ഇഹലോക ജീവിതത്തിനു വേണ്ടി പ്രാധാന്യം കൊടുത്താൽ അവൻ കത്തിച്ചൊരിക്കുന്ന നരകത്തിലായിരിക്കും. പരലോകത്തെക്കാൾ ഒരു തരിമ്പ്, ഒരു മിനുസം, ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു അളവ് നമ്മൾ അധികം ഇഹലോകത്തിന് പ്രാധാന്യം കൊടുത്താൽ അവൻ അവിടെ നരകമാണ്, കത്തിച്ചൊലിക്കുന്ന നരകമാണ് അവനെ കാത്തിരിക്കുന്നത്. പരലോകത്തെക്കാൾ ഇഹലോകത്തിന് പ്രാധാന്യം കൊടുക്കുന്നവൻ അവസാനം എത്തിച്ചേരുന്നത് ആ ജഹീമിലായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതൊരാൾ തൻ്റെ രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് ഭയപ്പെട്ടുവോ, മനസ്സിനെ തന്നിഷ്ടത്തിൽ നിന്ന് വിലക്കി നിർത്തുകയും ചെയ്തുവോ, അവന് സ്വർഗം തന്നെയാണ് സങ്കേതം. ആ സ്വർഗം എന്നെന്നും നിത്യാനന്തരകരമായി ജീവിക്കേണ്ട സ്വർഗം, ഒരിക്കലും ഭക്ഷണത്തിന് കേടുവരാത്ത സ്വർഗം, ഒരിക്കലും പാനീയത്തിന് കേടുവരാത്ത സ്വർഗം, ഒരിക്കലും വസ്ത്രം പിന്നിപ്പോകാത്ത സ്വർഗം, ഒരിക്കലും യുവത്വം അവസാനിക്കാത്ത സ്വർഗം, ഒരിക്കലും രോഗം വന്നെത്താത്ത സ്വർഗം, ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാത്ത ഒരു സ്വർഗത്തിലേക്ക് എത്തേണ്ടവരാണ് നമ്മൾ. അതിനു വേണ്ടിയുള്ള പ്രയത്നമാണ് മുൻകൂട്ടി നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹുവിൻ്റെ കോപത്തിനും ശിക്ഷക്കും പാത്രമാകാതെ രക്ഷപ്പെടണമെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നത് മാത്രമാണ് ഏകാവലംബം. കുടുംബവും സ്വത്തും സകല അനുഗ്രഹങ്ങളും ഇവിടെ നിന്ന് മാറിപ്പോവുകയും ഖബറിൽ കൂട്ടായി സൽക്കർമ്മങ്ങൾ മാത്രം ഉണ്ടായിരിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പാപികൾക്ക് വലിയ ശിക്ഷയാണ് വരാനുള്ളത്. പാപങ്ങളും അതിക്രമങ്ങളും നിസ്സാരമാക്കി അവ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് നരകത്തിൽ കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. കാരണം അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി നന്ദികേട് കാണിക്കുകയാണ് പാപത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായും സഖൂം വൃക്ഷമാകുന്നു അവർക്ക് അവിടെ ലഭിക്കാനുള്ളത്. നരകത്തിൽ പാപിയുടെ ആഹാരം അതാണ്. ഉരുകിയ ലോഹം പോലെ ആയിരിക്കും സഖൂം വൃക്ഷത്തിലെ പഴം. അതിൻ്റെ കനി അങ്ങനെയാണ്, അത് വയറുകളിൽ തിളച്ചുമറിയും. ചുടുവെള്ളം തിളക്കുന്നത് പോലെ കുടലിൻ്റെ ഉള്ളിൽ കിടന്ന് തിളക്കുന്ന ഒരു വസ്തുവാണേത് സഖൂമിലെ കനി എന്ന് അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്. നരകത്തിന്റെ മധ്യത്തിലേക്ക് വലിച്ചഴക്കൂ. അനന്തരം ചുടുവെള്ളം കൊണ്ടുള്ള ശിക്ഷ അവന്റെ തലക്കുമീതെ നിങ്ങൾ ചൊരിഞ്ഞേക്കും. നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ, കൽപ്പനകൾ അവഗണിച്ചാൽ, ചെയ്യേണ്ട എന്ന് പറഞ്ഞത് ചെയ്താൽ എത്തിച്ചേരുന്ന നരകത്തിന്റെ അവസ്ഥയാണ് പറയുന്നത്. ദുഃഖ് ഇത് ആസ്വദിച്ചു കൊള്ളുക. തീർച്ചയായും നീ പ്രതാപിയായിരുന്നു ദുനിയാവിൽ, നീ മാന്യനായിരുന്നു ദുനിയാവിൽ. എന്ത് സംഭവിച്ചു? നിന്റെ മാന്യത കൊണ്ട് നിനക്കെന്തു നേടാൻ കഴിഞ്ഞു? നിന്റെ പ്രതാപം കൊണ്ട് നിനക്കെന്തുണ്ടായി? പുണ്യം ചെയ്തവർ സുഖാനുഗ്രഹത്തിന്റെ സ്വർഗത്തിലായിരിക്കും. നല്ല വാക്ക്, നല്ല പ്രവർത്തികൾ കൊണ്ട് ദുനിയാവിൽ വിതക്കുന്നവൻ പാകമായ പഴകളും ശാശ്വതമായ ആനന്ദവും ഉപകാരമായ പാനീയവും സ്വർഗത്തിൽ അനുഭവിക്കുന്നതാണ്. അതിനാൽ ആ ദിവസത്തിന്റെ തിന്മയിൽ നിന്ന് അല്ലാഹു അവരെ കാത്തുരക്ഷിക്കും. പ്രസന്നതയും സന്തോഷവും അവർക്ക് അവൻ നൽകുകയും ചെയ്യും. വജസാഹും ബിമാ സബറൂ ജന്നതൻ വഹരീറാ. അവർ ക്ഷമിച്ചതിനാൽ സ്വർഗത്തോപ്പ് ലഭിക്കും. പട്ടുവസ്ത്രങ്ങളും അവർക്ക് അവൻ പ്രതിഫലമായി നൽകും. മുത്തഖീന ഫീഹാ ലല്ലറായിക ലാ യറൗന ഫീഹാ ശംസം വലാ സംഹരീറാ. അവരവിടെ സോഫകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. വെയിലോ കൊടും തണുപ്പോ അവർക്കവിടെ കാണുകയില്ല. വദാനിയതൻ അലൈഹിം ദിലാലുഹാ വദുല്ലിലത് ഖുതൂഫുഹാ തദ്ലീലാ. അവിടെയുള്ള തണലുകൾ അവരുടെ മേൽ അടുത്തു നിൽക്കുന്നവയായിരിക്കും. അതിലെ പഴങ്ങൾ പറിച്ചെടുക്കാൻ സൗകര്യപ്പെട്ടതുമായിരിക്കും. പഴങ്ങൾ ഏത് പഴമാണോ വേണ്ടത് ആഗ്രഹിച്ചാൽ ആ പഴത്തിന്റെ കൊമ്പ് ഇരിക്കുന്ന സോഫയിലേക്ക് താണുവന്ന് കയ്യിലേക്ക് അത് ഹോൾഡ് ചെയ്ത് അത് പറിച്ച് കഴിക്കാൻ പറ്റും. ഒരു പഴത്തിനും മറ്റൊരു പഴത്തിന്റെ രുചിയില്ല. എല്ലാ പഴവും ഒരേപോലെ തോന്നും, പക്ഷേ കഴിക്കുമ്പോൾ രുചിയുടെ വ്യത്യാസമായിരിക്കും അവിടെ കാണാൻ പറ്റുക. യുതാഫു അലൈഹിം ബിആനിയത്തിൻ മിൻ ഫില്ല വഅക്വാബിൻ
വകാനത് ഖവാരീറ, വെള്ളിയുടെ പാത്രങ്ങൾ മിനുസം കൊണ്ട് സ്ഫടികം പോലെയാക്കി തീർന്നിട്ടുള്ള കോപ്പകളുമായി അവർക്കിടയിൽ പരിചാരകന്മാർ ചുറ്റി നടക്കും. ഇനി എന്താണ് വേണ്ടത്? ജ്യൂസ് വേണോ, ഫ്രൂട്ട്സ് വേണോ, ഭക്ഷണം വേണോ എന്ന് നിരന്തരം ചോദിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും അവിടെ. വെള്ളിക്കോപ്പകൾ, അവക്ക് ആ പാത്രങ്ങൾക്ക് ഒരു തോതനുസരിച്ച് അളവ് നിർണയിച്ചിരിക്കും. ഒരിക്കലും അവിടുത്തെ പാനീയം നമുക്കധികമാവില്ല, അല്ലെങ്കിൽ കുറവാവില്ല. എല്ലാം ഓരോരുത്തർക്കും കണക്കാക്കിയ രൂപത്തിൽ പരിചാരകന്മാർ നൽകും. ആ ഭീകരതയുടെ ദിവസം, ആ ഒരു ഊഷ്മളതയുടെ ദിവസം എങ്ങനെയാണ് നമുക്ക് വരിക എന്നറിയില്ല. കർമ്മത്തിനനുസരിച്ചാണ് ലഭിക്കുക. ഈ ലോകത്ത് ഈ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കണം. ഈ ലോകത്ത് ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അധ്വാനിക്കണം. ആ ഭീകരതയുടെ ദിവസം, അതിലെ കെടുതികളിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ, അള്ളാഹുവിനെ നേരിട്ടു കാണാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാൻ നമുക്ക് സാധിക്കണം. സ്വർഗീയമായ വലിയ ആനന്ദം നേടാൻ വേണ്ടി സ്വയം സജ്ജരാവുക എന്ന ഏക കാര്യമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനുള്ള സൗകര്യങ്ങളാണ് ഈ ജീവിതം, അതിനുള്ള സൗകര്യമാണ് നമുക്ക് കിട്ടിയ സകല അനുഗ്രഹങ്ങളും. അങ്ങനെ ചിന്തിക്കണം. ആരൊക്കെ തണൽ നൽകിയാലും, ആരൊക്കെ തുണയായി നിന്നാലും, മരണം വന്നു ചേർന്നാൽ തിരിച്ചു പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാനുള്ളത് നമ്മുടെ നല്ല വാക്കുകളും പ്രവൃത്തികളും മാത്രമേ ഉള്ളൂ. നോക്കൂ നിങ്ങൾ, നമ്മളിൽ ഒരാളെ അയാളുടെ ഖബറിൽ കിടത്തിയാൽ, സൽക്കർമ്മിയാണെങ്കിൽ സുന്ദരമായ മുഖവും നല്ല വസ്ത്രങ്ങളും സുഗന്ധവുമുള്ള ഒരാൾ അയാളുടെ അടുത്തു വരും, സൽക്കർമ്മിയുടെ അടുത്തു വരും. നിനക്കിഷ്ടമുള്ളതിൽ സന്തോഷിക്കൂ, ഇത് നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണെന്ന് ആ ഒരു ഖബറിന്റെ ഒന്നാമത്തെ രാത്രിയിൽ വെച്ച് പറയും, ആ ഒന്നാമത്തെ ദിവസത്തിൽ വെച്ച് പറയും. അപ്പോൾ അവനോട് സൽക്കർമ്മിയായ ആൾ ചോദിക്കും, നീ ആരാണ്? നിന്റെ മുഖം നന്മ കൊണ്ടുവരുന്ന മുഖമാണല്ലോ. അപ്പോൾ വന്നയാൾ പറയും, ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാണ്, ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാണ്. അവൻ പറയും, എൻ്റെ നാഥ, ഈ ഒരു നാഴിക വേഗത്തിലാക്കൂ, എന്നെ വേഗം ഈ ഖബറിൽ നിന്ന് പുറത്താക്കൂ, എന്നിട്ട് സ്വർഗത്തിലേക്ക് എത്തിക്കൂ. എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ സമ്പത്തിലേക്കും ഞാൻ മടങ്ങി വരുന്നതിനായി, അഥവാ സ്വർഗത്തിലേക്ക് എത്തുന്നതിനായി നാഴിക വേഗത്തിലാക്കൂ. സ്വർഗത്തിൽ ഓരോരുത്തർക്കും നിശ്ചയിച്ച സ്ഥലമുണ്ട്, അവിടേക്കെത്താൻ ആ ഖബറാളി ആഗ്രഹിക്കുമെന്നാണ് പറയുന്നത്. റമദാൻ എത്ര പെട്ടെന്നാണ് നമ്മളിൽ നിന്ന് കടന്നുപോയത്. ടക് എന്ന് പറയുന്നത് പോലെ കടന്നുപോയ ഒരു മാസമാണ് റമദാൻ. അല്ലാഹു രാവും പകലും മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നു. തീർച്ചയായും അതിൽ കണ്ണുള്ളവർക്ക് ചിന്താ വിഷയമുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി പറയാറുണ്ടായിരുന്നു, രാവും പകലും നിങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്നു, അതിനാൽ നിങ്ങൾ അവയിൽ പ്രവർത്തിക്കൂ. രാവും പകലും വരുന്നത് എന്തിനാണ്? സ്വർഗം നേടാൻ വേണ്ടി, നരകമോചനം ലഭിക്കാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കാൻ വേണ്ടി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്ത് ജീവിക്കാൻ വേണ്ടി. അതിനാണ് രാവിലെയാകുന്നതിന്, അതിനാണ് വൈകുന്നേരമാകുന്നത്, അതിനാണ് ഭക്ഷണം കഴിക്കുന്നത്, അതിനാണ് അല്ലാഹു തആല ഉപജീവനം തരുന്നത്. അല്ലാഹു വിവരിച്ചതുപോലെ റമദാൻ ഏതാനും ദിവസങ്ങളാണ്. കലണ്ടറിലെ ഓരോ കള്ളിയും ഓരോ ദിവസമാണ്. ആ കള്ളിയൊക്കെ അവസാനിച്ച് അവസാനത്തെ ഒരു കള്ളിയുടെ ദിവസം, അന്ന് നമ്മുടെ ആത്മാവ് നമ്മെ വിട്ടു പോവുകയും ശരീരം ജഡമായി തീരുകയും ശരീരത്തെ കുളിപ്പിച്ച് മറവ് ചെയ്യുകയും ചെയ്യും. ആ ദിവസത്തിലേക്ക്, കള്ളിയിലേക്ക് ഓരോ കള്ളിയും ചാടിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഒരു ദിവസം അനിവാര്യമായും അവസാനിക്കുന്ന ഒരു സമയം വരും. ഈ ദിവസം ഓരോ പേജുകളായി കൂട്ടിയാൽ നമ്മുടെ പുസ്തകത്തിൽ അവസാനത്തെ പേജ് വരാൻ ഇനി അധിക സമയമില്ല എന്ന് വിചാരിക്കണം, എന്നാലോചിക്കണം, എന്ന് ചിന്തിക്കണം, അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അള്ളാഹു പാപങ്ങൾ ബാക്കിയാക്കാത്ത സർട്ടിഫിക്കറ്റ് നമുക്ക് നൽകുമോ? നമ്മുടെ നോമ്പിനെ കുറിച്ച്, നമ്മുടെ നമസ്കാരത്തെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുമോ? അത് സ്വീകാര്യമായി എൻ്റെ പാപങ്ങളെല്ലാം പുറത്തു കിട്ടി. മൻ സാമ റമദാനം വഖാമഹു ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമദാനിൽ വിശ്വാസത്തോടെയും പ്രതിഫലം പ്രതീക്ഷിച്ചും നോമ്പെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ, മുൻകാലത്ത് ചെയ്ത മുഴുവൻ പാപങ്ങളും പുറത്തു കിട്ടും. ഒരു പെരുന്നാളിൻ്റെ സുദിനത്തിൽ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ആ പാപങ്ങളെല്ലാം പുറത്തു കിട്ടിയവരാണ് നമ്മൾ എന്ന് ആശ്വസിക്കുവാൻ നമുക്ക് വകയുണ്ട്. പെരുന്നാൾ സുദിനത്തിൽ
ഈ ഒരു പെരുന്നാൾ സുദിനത്തിൽ നമ്മൾ നമ്മുടെ നോമ്പിനെ വിലയിരുത്തുകയും ഇനി മുന്നോട്ട് പോകേണ്ടതിനെ നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് ഏറ്റവും ഭയമുള്ളത് ഐക്യമാണ്. ഐക്യം കുടുംബത്തിലെ ഐക്യം തകർക്കുക, ഓഫീസിലെ ഐക്യം തകർക്കുക, നാട്ടിലെ ഐക്യം തകർക്കുക, സൊഫുകളിൽ നിൽക്കുന്നവരുടെ ഐക്യം തകർക്കുക. ഇതാണ് പിശാചിൻ്റെ അജണ്ട. ഇതിനൊത്തു പോകുന്നവരാരുണ്ടോ അവർക്ക് നഷ്ടപ്പെടുന്നത് സ്വർഗമായിരിക്കും, അവർ നേടിയെടുക്കുന്നത് നരകമായിരിക്കും. ആരോടും പിണങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല, ആരോടും ശത്രുത വേണ്ട, ആരോടും ഉൾപ്പക വേണ്ട, എല്ലാം പുറത്തു കൊടുക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുമ്പോൾ അല്ലാഹു നമുക്ക് പുറത്തു തരും. നിങ്ങൾ ഒന്നിച്ച് അല്ലാഹുവിന്റെ കയറിൽ മുറുകെ പിടിക്കുക. നിങ്ങൾ ഒരിക്കലും ഭിന്നിച്ചു പോകരുത്. ഭാര്യയും ഭർത്താവും ഭിന്നിച്ചു പോകരുത്, മക്കളും വാപ്പയും ഭിന്നിച്ചു പോകരുത്, ഒരു സൊഫിൽ നിൽക്കുന്നവർ ഭിന്നിച്ചു പോകരുത്, ഒരു നാട്ടിൽ ഒരേ കടയിൽ നിന്ന് സാധനം വാങ്ങുന്നവർ ഭിന്നിച്ചു പോകരുത്. അതാണ് ഇസ്ലാമിൻ്റെ താല്പര്യം. ആ ഒരു ഐക്യമുണ്ടോ നമ്മളെ ഭയമായിരിക്കും മറ്റുള്ളവർക്ക്. ആ ഐക്യമുണ്ടോ നമ്മളെ അല്ലാഹു സംരക്ഷിക്കും. ആ ഐക്യം എന്ന് തകരുന്നോ അന്ന് മുസ്ലിം സമുദായത്തിൻ്റെ കെട്ടഴിഞ്ഞ് ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന ഒരവസ്ഥയുണ്ടായിരിക്കും. സ്നേഹം, സമാധാനം ഇവ നിലനിർത്താനുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതാണ് വേണ്ടത്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം നമ്മുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നുവോ എന്നാൽ നമ്മുടെ യഥാർത്ഥ മുസ്ലിമാണ്. നമ്മുടെ വീട്ടിലെ ഒരാൾ, നമ്മുടെ നാട്ടിലെ ഒരാൾ, നമ്മുടെ ഓഫീസിലെ ഒരാൾ നമ്മുടെ നാവിൽ നിന്ന് രക്ഷപ്പെട്ടില്ലയോ, നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടില്ലയോ, നമ്മൾ മുസ്ലിമാകാൻ ഇനിയും വൈകിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അൽ മുഅ്മിനു മൻ ആമനഹു നാസ് അലാ ദിമാഉഹും വ അംവാലിഹിം. ജനങ്ങളുടെ സമ്പത്തും ശരീരവും ആരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടുവോ അവനാണ് യഥാർത്ഥ വിശ്വാസി. മറ്റുള്ളവരുടെ സമ്പത്തെടുക്കാതിരിക്കുക, മറ്റുള്ളവരുടെ രക്തം ചിന്താതിരിക്കുക, അവൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്താതിരിക്കുക എന്നാൽ യഥാർത്ഥ വിശ്വാസിയായി മാറാൻ സാധിക്കും. വൽ മുജാഹിദു മൻ ജാഹദ നഫ്സഹു ഫി തഅത്തില്ലാ. അല്ലാഹുവിനെ അനുസരിക്കുന്നതിൽ സ്വന്തത്തോട് പൊരുതുന്നവനാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് എന്ന് പറയുന്നത്. ജിഹാദ് ചെയ്യുന്നവൻ എന്ന് പറയുന്നത്, ധർമ്മസമരം നയിക്കുന്നവൻ എന്ന് പറയുന്നത്. മുജാഹിദാകണോ, ധർമ്മസമരം നയിക്കണോ, നമ്മുടെ സ്വന്തത്തോട് നമ്മൾ യുദ്ധം തുടങ്ങണം. വൽ മുഹാജിറു മാ ഹജറ മാ നഹല്ലാഹു അൻഹു. അല്ലാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്ന് മാറി നിൽക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഹിജ്റ പോയവൻ. തെറ്റിൽ നിന്ന് ഹിജ്റ പോകാൻ സാധിക്കണം, ശരിയിലേക്ക് ഹിജ്റ പോകാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുഹാജിറാവുക, മുസ്ലിമാവുക, മുജാഹിദാവുക, മുഅ്മിനാവുക, മുസ്ലിമാവുക. ഇതിലെത്തപ്പെട്ടാലാണ് നേരത്തെ പറഞ്ഞ സ്വർഗത്തിലേക്ക് എത്താനും നേരത്തെ പറഞ്ഞ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും സാധിക്കുക. അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല അങ്ങനെ മുഅ്മിനായി, മുസ്ലിമായി, മുജാഹിദായി, മുഹാജിറായി ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റമദാനിൻ്റെ ഒന്നാമത്തെ രാത്രി, അതിൻ്റെ പ്രത്യേകതയായി മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആകാശലോകത്ത് സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കും, നരകത്തിൻ്റെ വാതിൽ അടക്കും, അതേപോലെ പിശാചിനെ കെട്ടിയിടും. നന്മയുടെ ആളുകളോട് മുന്നോട്ട് വരാൻ പറയും, തിന്മയുടെ ആളുകളോട് ബാക്കോട്ട് പോകാൻ പറയും. ഇതൊക്കെ ഇന്നലെ അവസാനിച്ചു. ഇനി നരകത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന ദിവസങ്ങളാണ്, സ്വർഗത്തിലേക്കുള്ള വാതിൽ അടക്കുന്ന ദിവസങ്ങളാണ്. നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ തന്ത്രം മനയുന്ന പിശാചിനെ പുറത്തു വിട്ട ദിവസമാണിന്ന്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം. ഇത്രകാലം ചെയ്ത, ഈ ഒരു മാസക്കാലം ചെയ്ത നന്മയുടെ നനവ് നമ്മുടെ മനസ്സിലുണ്ടായി ആ നന്മയുടെ ഈമാനിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. 11 മാസത്തേക്കുള്ള തഖ്വ, 11 മാസത്തേക്കുള്ള ഈമാൻ, 11 മാസത്തേക്കുള്ള ഇഖ്ലാസ് ശേഖരിച്ച 30 ദിവസമായിരുന്നു, 29 ദിവസമായിരുന്നു നമ്മളിൽ കഴിഞ്ഞു പോയത്. ആ ദിവസങ്ങളെ അങ്ങനെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം. തഖ്വ എന്നാൽ നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും കൂടുതൽ കർമ്മങ്ങൾ നേടി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള മാർഗമാണ് തഖ്വ. ആ തഖ്വയെ നമ്മൾ പിടിച്ചു നിർത്തണം. നമ്മുടെ സ്വഭാവം മെച്ചപ്പെടുത്തണം, നമ്മുടെ ആരാധന മെച്ചപ്പെടുത്തണം, നമ്മുടെ വിശ്വാസം മെച്ചപ്പെടുത്തണം. ദീന് പഠിക്കണം. ഒരാൾക്ക് ഫറളാണ്
തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. എല്ലാ മുസ്ലിമിനും ഈ മതം പഠിക്കൽ നിർബന്ധമാണ്. പരലോകം എന്തെന്നറിയണം, മരണം എന്തെന്നറിയണം, മരണാനന്തര ജീവിതം എന്തെന്നറിയണം, നമസ്കാരം എന്തെന്നറിയണം. ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ അർത്ഥം വെച്ച് വായിക്കണം. എന്താണ് അള്ളാഹു, മഹാസിഷ്ടാവായ അള്ളാഹുവിന് നമ്മോട് പറയാൻ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് സ്വഭാവത്തിൽ മാറ്റം വരുത്തണം. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും അഖ്ലാഖം ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം. ഈമാൻ പൂർത്തിയാകുന്നത് സ്വഭാവം നന്നാവുമ്പോഴാണ്. ഒരാൾക്ക് നല്ലവണ്ണം ഈമാനുണ്ട്, ദുസ്വഭാവിയാണെങ്കിൽ അയാളുടെ ഈമാൻ പൂർത്തിയായിട്ടില്ല. അയാളുടെ ഭാര്യയോട് മാന്യമായി പെരുമാറുമ്പോൾ, അയാളുടെ സബോർഡിനേറ്റിനോട് ഒപ്പമുള്ള ആളോട് മാന്യമായി പെരുമാറുമ്പോഴേ അയാൾ വിശ്വാസിയാവുന്നുള്ളൂ. അല്ലാതെ 5 വക്ത് പള്ളിയിൽ പോയത് കൊണ്ട് വിശ്വാസിയാവുകയില്ല. സ്വഭാവം നന്നാവണം. നമ്മൾ സ്വഭാവം നന്നായവരാണോ ആലോചിക്കണം. നമസ്കാരം ശ്രദ്ധിക്കണം. അത് ഇസ്ലാമിൻ്റെ തൂണാണ്. അത് അധാർമികതയിൽ നിന്നും പാപങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന വലിയ മതിലാണ് നമസ്കാരം. നമ്മളെ മതം സംരക്ഷിക്കുന്നതിൻ്റെ അടയാളമാണ് നമസ്കാരം. അള്ളാഹുവിനെ പരിഗണിക്കുന്നതിൻ്റെ അടയാളമാണ് നമസ്കാരം. ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ ആദ്യം വിചാരണക്കെടുക്കുന്നത് നമസ്കാരമായിരിക്കും. നമസ്കാരത്തെക്കുറിച്ച് ചോദിച്ചിട്ടായിരിക്കും മുന്നോട്ട് വിടുക. ആ നമസ്കാരത്തെക്കുറിച്ച് ചോദിച്ചതിന് കൃത്യമായി ഉത്തരം പറഞ്ഞവൻ അവന് മുന്നോട്ട് പോകാൻ പ്രയാസമുണ്ടാവില്ല. നമസ്കാരത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഉത്തരം കൃത്യമായി പറയാത്തവൻ പിന്നെ പ്രതിസന്ധിയുടെ മാലപ്പടക്കമായിരിക്കും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക. വുളു ഭംഗിയാക്കുക, ഭയഭക്തി നിലനിർത്തുക, നമസ്കാരത്തിലെ അശ്രദ്ധ ഒഴിവാക്കുക, ആദ്യ സമയത്തു തന്നെ നമസ്കരിക്കാൻ ശ്രദ്ധിക്കുക, പ്രാർത്ഥനകൾ ആശയം അറിഞ്ഞു ചെല്ലുക, ജമാഅത്തിൽ കണിശത പുലർത്തുക. ഈ കാര്യങ്ങളൊക്കെ റമദാനിൽ ചെയ്തവരാണ് നമ്മൾ. അത് ഇനി ശവ്വാലിലും തുടരണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലാതെ ഒരു നന്മയും ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ധാരാളമായി പ്രാർത്ഥിക്കണം. യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ദീനിക്. എൻ്റെ കൽബിനെ മതത്തിൽ ഉറച്ചു നിർത്തണമേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. ഈ ലോകത്തും പരലോകത്തും കിട്ടേണ്ട ഹസനാത്തുകളെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിൽ എന്നെ ചേർക്കണമേ എന്ന് ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ആത്മാർത്ഥമായി യാഥാർത്ഥ്യബോധത്തോടുകൂടി ആ പ്രാർത്ഥന ചെല്ലാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ മുന്നോട്ട് പോയി ഈമാനിൻ്റെ ആളുകളായി, മുത്തഖികളായി, മുഹ്സിനുകളായി, മുസ്ലിഹുകളായി, മുജാഹിദുകളായി, മുഹാജിറുകളായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അത്തരം ആളുകളിൽ അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈമാനോടുകൂടി ജീവിക്കാനും, ഈമാനോടുകൂടി അമലു സ്വാലിഹാത്ത് ചെയ്യാനും, ഈമാനോടുകൂടി തഖ്വയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി മരിക്കാനുമുള്ള തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവരെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹു തആല അവർക്ക് അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ. റബ്ബനാ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على محمد.